കഠിനാധ്വാനം ചെയ്ത് മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ ഒരു നിര തന്നെ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഞങ്ങളുടെ പ്രതിനിധി ഇന്നലെ അന്വേഷിച്ചു. എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്ന് കേൾക്കും. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിയുമ്പോഴും മലപ്പുറം ജില്ലയിൽ 44 സീറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പക്ഷേ ഈ സീറ്റുകൾക്കായി കാത്തിരിക്കുന്നത് 32,410 വിദ്യാർത്ഥികളാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റുകൾ നൽകിയാൽ പോലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിലടക്കം ജില്ലയിലെ സീറ്റ് ക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടർന്നു. ഇതിൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഉന്നത മാർക്ക് നേടിയിട്ട് പോലും മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ്. എല്ലാ വിഷയങ്ങളും A+ നേടിയിട്ട് അല്ലെങ്കിൽ ഉന്നത മാർക്ക് നേടിയിട്ട് പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ജില്ലയിൽ. ഇപ്പോൾ എൻ്റെ ഒപ്പം ഒരു വിദ്യാർത്ഥിനിയുണ്ട്. എന്താ പേരെന്താണ്? ഫാത്തിമ ഷിറിൻ. എവിടെയാണ് പഠിച്ചിരുന്നത്? PKM എടരിക്കോട്. എന്താണ് മാർക്ക്? എന്താണ് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 9A+, 1B+. 9A+, 1B+. എത്ര സ്കൂളിൽ ഇപ്പോൾ അഡ്മിഷൻ്റെ അപേക്ഷ നൽകി? 4. ഏതൊക്കെ സ്കൂളുകളാണ് നൽകിയത്? PKM, രാജാസ്, IU, MSM. എന്താണ് ഇപ്പോൾ ഈ 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടാതെ ഇപ്പോൾ എന്താണ് അവസ്ഥ? 2 കിട്ടാതെ ഇപ്പം 3ാമത്തേൽ വരും വിചാരിച്ചിരുന്നു. അതിൽ വന്നിട്ടില്ല. ഫാത്തിമ ഷിറിൻ്റെ ഉപ്പ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് മകളുടെ ഒരു ഇത് തന്നെ 2ാമത് കിട്ടിയ കഴിഞ്ഞപ്പോൾ 3ാമത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അതിലും കിട്ടിയില്ല. ഭയങ്കര വിഷമമുണ്ട്. 3 ഘട്ടം കഴിഞ്ഞിട്ടും ഇത്രയും മാർക്ക് കിട്ടിയിട്ടും സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ രാത്രി 2 മണി വരെ ഇരുന്ന് പഠിക്കലായിരുന്നു. ട്യൂഷനൊന്നിനും പോകാത്ത ഒരാളായിരുന്നു. അങ്ങനെ മാർക്ക് കിട്ടിയതാ. അപ്പോൾ ഒരു വിഷയത്തിലും ഒരു അലോട്ട്മെന്റ് അഡ്മിഷൻ ലഭിക്കാതായപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ച? ആരെങ്കിലും ചോദിക്കുക സംസാരിക്കുകയോ ചെയ്തിരുന്നു? ചോദിക്കാൻ സാറുമാരെടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റിലൊന്നും കിട്ടാതെ അപ്പോൾ അടുത്തതിൽ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയതാണോ? ഇപ്പോൾ 9A+ ഒക്കെ നേടിയെന്ന് പറയുമ്പോൾ? കുറേയൊക്കെ. ട്യൂഷനൊന്നും പോയിട്ടില്ലേ അങ്ങനെയൊക്കെ. കുഴപ്പമൊന്നുമില്ല. നല്ല പഠിപ്പും കാര്യങ്ങളും ആയിരിക്കില്ലായിരുന്നു. ഞാൻ പിന്നെ രാത്രി ഉറങ്ങിയിട്ട് ചീത്താറില്ല. എന്നിട്ടും 2 മണി 1 മണി വരെ അവളെ ഇരുന്ന് പഠിക്കലായിരുന്നു പണി. ആദ്യം സീറ്റ് കിട്ടുന്നതിനാണ് ഉറപ്പിച്ചിരുന്നു. സീറ്റ് കിട്ടുന്ന തന്നെ ഉറപ്പിച്ചിരുന്നു. ഈ കൂടുതൽ സ്കൂളുകളിൽ അപേക്ഷ കൊടുക്കാതിരുന്നത് സീറ്റ് കിട്ടുന്നുള്ള ഉറപ്പുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. PKM കിട്ടണം വെച്ചിട്ടായിരുന്നു. അപ്പോൾ കിട്ടുവെച്ചിട്ട് അത്ര കൊടുത്തിട്ടുള്ളൂ. രാത്രി ഉറക്കമൊഴിച്ച് പഠിച്ച വിദ്യാർത്ഥികൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത മാർക്ക് നേടി അവസാനം തുടർ പഠനത്തിന് ഡോക്ടറാവണം എന്നുള്ള സ്വപ്നമൊക്കെ കണ്ട് തുടർ പഠനത്തിന് വേണ്ടി ഒരു അപേക്ഷ നൽകുന്നു. പക്ഷേ ആ അപേക്ഷ നൽകി അവസാനം ആദ്യഘട്ട അലോട്ട്മെന്റ് ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും പ്രതീക്ഷ വെച്ച് കാത്തിരുന്നിട്ട് പോലും 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും 9A+, 1B+ ഉള്ള വിദ്യാർത്ഥിക്ക് പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് ജില്ലയിൽ ഇപ്പോഴും തുടരുന്നത്. ഒട്ടനവധി കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളും A+ നേടിയിട്ട് പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ജില്ലയിലെ സാഹചര്യം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ആ സാഹചര്യത്തിന് മുമ്പിൽ സർക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഈ സ്ഥിതി തുടരാനുള്ള പ്രധാനപ്പെട്ട കാരണം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.